ആ വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നു എല്ലാവർക്കും നമ്മുടെ ബീൻസ്. സോ ഓൾറെഡി ബീൻസ് എല്ലാം വന്നു കഴിഞ്ഞു. ചെറുതായിട്ട് ദേ ഇവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് ഇതാ അടുത്ത ഇതിലും സൂപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാത്തിനകത്തും ബീൻസ് കിളിച്ചിട്ടുണ്ട്. വെരി നൈസ്. അതേമാതിരി നമ്മുടെ വയലറ്റ് കളർ മുളകും വളർന്നിട്ടുണ്ട്. ആ ട്രിപ്പിൽ നിന്ന് തിരിച്ചു വരുമ്പം ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയപ്പം തമിഴ്നാട്ടിൽ വെച്ച് ഞങ്ങൾ ഇതിൻ്റെ അരി എടുത്തുകൊണ്ട് വന്നെയാ. ഇത് കണ്ടില്ലേ ഗൈസ്, അതിപ്പോൾ കിളിച്ചു. നമ്മൾ പോയിട്ട് വന്ന 1 മാസം കഴിഞ്ഞു. മമ്മി ഇവിടെ കൊണ്ടുവന്ന് അരി പാകിയതാ. ആൻഡ് ദിസ് ഇസ് നോട്ട് എന്താ പറഞ്ഞ ലൈറ്റ് ഒരു സൈസ് ലാവൻഡർ കളറാണ്. ലാവൻഡർ ശംഖുപുഷ്പമാണിത്. സോ ബ്യൂട്ടിഫുൾ. ഇത്ര ആയിട്ടുണ്ട് അത്. ഇവിടെ വേറെയും പൂക്കളുണ്ട്. ഇതാ ചെമ്പരത്തിയുണ്ട്, പെരിവിങ്കിള്. ഇപ്പോൾ പൂക്കളായിട്ട് ഇപ്പോൾ ഇതൊക്കെയാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഞാൻ മമ്മിക്ക് അന്ന് ബർത്ത്ഡേക്ക് കൊടുത്തില്ലേ, അതാ എനിക്കൊന്നൊരു 4th ട്രിപ്പൊക്കെ ആയിക്കാണും, 5-6 വട്ടം ആയിക്കാണും അല്ലേ. ഇതാ ഇലയൊന്നും ഇല്ലാണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വിരിഞ്ഞിപ്പോണ്ട് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഈ ഫ്ലവറുണ്ട്. പിന്നെ അടുത്ത ഒരു പൂവാണ്, ഇത് വെൽവെറ്റിൻ്റെ പൂവാണ്. എനിക്കിതിൻ്റെ അരി വേണം, എനിക്ക് കിളിപ്പിക്കാം. ഇതിനകത്തല്ല നമ്മളന്ന് എന്താ മിറാക്കിൾ ഫ്രൂട്ട്, അതല്ല മമ്മി മിറാക്കിൾ ഫ്രൂട്ട് കുഴിച്ചിട്ടായിരുന്നു. ഇല്ല അല്ലേ. പിന്നെതാ കുറേ ക്രിസാന്തമും ഉണ്ട്. മുല്ല വരുന്നതേ ഉള്ളൂ. സ്നേക്ക് പ്ലാന്റ് ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്നേക്ക് പ്ലാന്റ്. ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രസമുണ്ടല്ലോ. ഒരു ചെറിയ തണ്ട് കൊടുത്തയാ. അപ്പം അതും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതും സൂപ്പറായിട്ട് വിളിച്ചു വരുന്നുണ്ട്. എൻ്റെത് പക്ഷേ അത്ര ഇതായിട്ട് വരും. ഞാൻ കുഞ്ഞു ചട്ടിയിലല്ലേ, ഇവിടെ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട്. ആൻഥോറിയം ഓൾസോ എത്ര വർഷമായതാണെന്നറിയാം അതൊക്കെ. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെക്കണമെന്ന്. ഇത് നമ്മൾ MG റോഡിൽ പോയപ്പം പറിച്ചോണ്ട് വന്നതല്ലേ. പിന്നെ എവിടുത്തെ ഇത് സ്കൂളിൽ നിന്ന് നടാൻ പറ്റുന്നതല്ലേ. ഓരോരോ പോട്ടിൽ ഇങ്ങനെ വെക്കാം നമുക്ക്. നല്ല രസമായിരിക്കും. ഇതേ ഇവിടെ ആണോ മീൻ, ഇതെവിടെങ്കിലും കുത്തി വെച്ചാൽ മതി. നൈസ്. MG റോഡിൽ നിന്ന് പറിച്ചു പോകാം. ഇപ്പോൾ എന്താ പടർന്ന് മഞ്ഞ ഫ്ലവർ. ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. മമ്മി ഇവിടെ ചേമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ മാവോ, മാങ്ങായോ മമ്മി? ഇത് പ്ലാവാ. സോറി, പ്ലാവല്ല, മാങ്ങ, മാവ്. പിന്നെ എന്തിൻ്റെ ഇത്? മാവല്ല കേട്ടോ, സോറി. ഇവിടെ ഒരു ബേസിനകത്ത് മമ്മി ചീര പാകിയിട്ടുണ്ട് ഗൈസ്. ഇതാ ചെറുതായിട്ട് കിളിച്ച് വരുന്നവള്. ഇനി ഇത് വലുതാകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇത് കാക്ടസ്. ഇത് ഇതേപോലത്തെ ആകൃതിയിൽ അമ്മ ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നത്. അതിൻ്റെ ഇനി മേടിച്ചു വെക്കണം. ആൻഡ് അവിടെ ലാസ്റ്റ് നമ്മൾ കാണുന്നത് പയറാണിത്. പയർ തൂങ്ങിക്കിടക്കുന്ന കണ്ടില്ലേ ഗൈസ്, എന്ത് രസമായിട്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ മമ്മി പറയും, കണ്ടില്ലേടി അത് വളർന്നു ഇത് വളർന്നു. അപ്പം മമ്മിയുടെ ഒരു ക്രേസാണ് ഇങ്ങനെ പ്ലാന്റ്സ് വളർത്തുന്നത്. സോ അപ്പം വീണ്ടും ഞാൻ അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.